ഉച്ചയുടെ 11 മണിക്ക് തുടങ്ങാൻ പാടില്ല. അവിടെ അതിന് ഒഴിവ് വരുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇതാണല്ലേ. വനമൂലികയിൽ ഞങ്ങൾ സ്പെഷ്യാലിറ്റി കോഫിയുടെ പ്രൊഡക്ഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. അതിൽ 3 തരത്തിലുള്ള കോഫിയാണ് സ്പെഷ്യാലിറ്റി കോഫിയായിട്ട് വനമൂലയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കോമൺ ആയിട്ട് പാർച്ച്മെൻറ്റ് കോഫി, 2 ഹണി കോഫി, 3-മത്തത് ഫെർമെൻറ്റഡ് ഹണി കോഫി. ഈ 3 വെറൈറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹാർവസ്റ്റിംഗ് മുതലുള്ള കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എൻ്റെ കൺസ്യൂമറിന് തൃപ്തികരമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റൈപ്പൻഡ് ആയിട്ടുള്ള കാപ്പി മാത്രം ആദ്യം ഹാർവസ്റ്റ് ചെയ്യണം. അതിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റിൽ നിന്ന് അതിൻ്റെ പ്രീ ക്ലീനിങ് ആദ്യം നടക്കും. അതിൻ്റെ വേസ്റ്റ് എല്ലാം അടിച്ചു മാറ്റി കളഞ്ഞ് 2 അതിൻ്റെ ഗ്രീൻ സോട്ടറിൽ കയറ്റി ഗ്രീൻ സെപ്പറേറ്റ് ചെയ്ത് റൈപ്പൻഡ് മാത്രം തിരിച്ചെടുക്കും. വീണ്ടും അത് 3-മത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വാഷ് ചെയ്യലാണ്. വാഷ് ചെയ്തതിനകത്ത് ഫ്ലോട്ടഡ് കോഫി മുഴുവൻ അതിനകത്ത് വീണ്ടും മാറ്റും. എന്നിട്ടാണ് അത് പൾപ്പിംഗ് യൂണിറ്റിലേക്ക് പോവുക. പൾപ്പിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഹസ്ക് വേർതിരിച്ച് ഹസ്ക് നമ്മുടെ കമ്പോസ്റ്റ് ടാങ്കിലേക്ക് പോകുന്നു. വീണ്ടും അതിൻ്റെ ബീൻസ് വരുന്നത് അതിൻ്റെ മ്യൂസിലേജ് വാഷ് ചെയ്ത് മ്യൂസിലേജ് പുറത്ത് കളഞ്ഞ് ആ ബീൻസ് മാത്രമായിട്ടാണ് പുറത്ത് വരിക. ഫൈനൽ പ്രോഡക്റ്റ് അത് ആ ബീൻസാണ്. ആ ബീൻസ് വീണ്ടും നമ്മുടെ ഡ്രൈയിങ് യാർഡിൽ പോകും. ഡ്രൈയിങ് യാർഡിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സാധാരണ ഇതിലൊരു 4 ദിവസം കൊണ്ട് ഉണങ്ങി പോകും. പക്ഷേ സ്ലോ ഡ്രൈയിങ് ആണ് നമുക്ക് ക്വാളിറ്റി കിട്ടുക. അതുകൊണ്ട് ഞങ്ങൾ 10 ദിവസം കൊണ്ടാണത് സ്ലോവിൽ ഉണങ്ങിയെടുക്കുകയുള്ളൂ. ഉണങ്ങിയിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ പ്രോസസ്സിങ് യൂണിറ്റിൽ വന്നാൽ പ്രോസസ്സിങ് യൂണിറ്റിൽ നിന്ന് അതിനെ പീൽ ചെയ്ത് അതിൻ്റെ വീണ്ടും ഉള്ള ഹസ്കുകൾ കളഞ്ഞിട്ട് ഗ്രേഡറിലെത്തി ഗ്രേഡ് ചെയ്ത് എക്സ്പോർട്ട് ക്വാളിറ്റി മീൻസ് എയും ബിയും മാത്രമാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മളിവിടെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കുക ചെയ്യുന്നത്.